സ്മാർട്ട് ഹോംസിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളൊരു വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ, വീട് നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, നിങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ ഈ ചാനൽ ഒന്ന് മറക്കാതെ ഫോളോ ചെയ്യണം. കാരണം തികച്ചും യൂസ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുന്ന രീതിയിലുള്ള വീഡിയോസ് മാത്രമാണ് നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. ഇന്ന് ഞാൻ വന്ന് നിൽക്കുന്നത് നിങ്ങളെ അടിപൊളി ഒരു വീട് പരിചയപ്പെടുത്താനുള്ള ഒരു ലക്ഷറി വീട്. ലൊക്കേഷൻ പറഞ്ഞാൽ നമ്മുടെ കോട്ടയം ജില്ലയിൽ കൊടുങ്ങൂർ എന്ന് പറഞ്ഞൊരു സ്ഥലം, കൊടുങ്ങൂർ വാഴൂർ എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ്. ആ മെയിൻ ടൗൺ KK റോഡിലുള്ളൊരു വലിയ ടൗണാണ് കൊടുങ്ങൂർ എന്ന് പറയുന്നത്. കൊടുങ്ങൂർ നമ്മൾ പള്ളിക്കത്തോട് പോകുന്ന റൂട്ടിൽ ഏകദേശം 1 കിലോമീറ്റർ താഴെ മാത്രം ദൂരത്തിലാണ് ഈ ഒരു മനോഹരമായ വീട് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത്. 15 സെൻറ്റ് സ്ഥലത്തിൽ 2950 സ്ക്വയർ ഫീറ്റാണ് ഈ ഒരു വീടിൻ്റെ ഒരു ഏരിയ എന്ന് പറയുന്നത്. ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് പഞ്ചായത്ത് റോഡിൽ നിന്നും PW റോഡിൽ നിന്നും വെറും 200 മീറ്റർ മാത്രമാണ് ഈ ഒരു വീട്ടിലേക്കുള്ള ദൂരം. വിശാലമായ പഞ്ചായത്ത് ടാർ റോഡിൻ്റെ ഫ്രണ്ടേജിലാണ് ഈ ഒരു മനോഹരമായ പ്രോപ്പർട്ടി വരുന്നത്. പതിനഞ്ച് സെൻറ്റ് സ്ഥലമാണ് ടോട്ടൽ ഏരിയ വരുന്നത്. ഈ ഒരു പ്രോപ്പർട്ടിയുടെ ഈ ഒരു പ്ലോട്ടിൻ്റെ ഇരുവശങ്ങളിലും ടാർ വഴി സൗകര്യമാണ് ഉള്ളത്. പിന്നെ മുറ്റ സ്പേസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നോക്കിയാൽ വളരെ വിശാലമായിട്ടുള്ളൊരു മുറ്റ സ്പേസാണ് വരുന്നത്. നമുക്ക് 8-10 വാഹനങ്ങൾ ഇടാൻ പറ്റുന്ന രീതിയിലുള്ള മുറ്റ സ്പേസ്. മുറ്റത്ത് ധാരാളം ഫലവൃക്ഷങ്ങളൊക്കെ വെച്ച് ഭംഗിയാക്കിയിരിക്കുന്നു. മുറ്റത്തിന് കയറി വരുന്ന ഭാഗമൊക്കെ തന്നെ ഇൻ്റർലോക്ക് ചെയ്ത് ഭംഗിയാക്കിയിരിക്കുന്നു. ബാക്കിയുള്ള ഈ ഒരു ഭാഗങ്ങളൊക്കെ തന്നെ മെറ്റൽ സ്ട്രിപ്സ് കൊണ്ട് കവർ ചെയ്തിരിക്കുകയാണ്. ഏകദേശം 4 വർഷത്തിനടുത്താണ് ഈ ഒരു വീടിൻ്റെ പഴക്കം വരുന്നത്. പുതിയതായിട്ട് പെയിൻ്റൊക്കെ അടിച്ച് നല്ല ഫിനിഷാക്കി തന്നെ ഇട്ടിരിക്കുകയാണ്. പുതിയ വീട് പോലെ നമുക്ക് വാങ്ങിയാൽ കയറി താമസിക്കാവുന്ന രീതിയിലുള്ള സജ്ജീകരണങ്ങളെല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. വീടിൻ്റെ എലിവേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു കണ്ടംപററി പ്ലസ് കൊളോണിയൽ സ്റ്റൈലിലാണ് ഈ ഒരു വീടിൻ്റെ ഒരു എലിവേഷൻ്റെ ഫ്രണ്ട് എലിവേഷൻ്റെ ഭാഗം വരുന്നത്. വലിപ്പമുള്ള ഒരു കാർ പോർച്ച് നമുക്കിവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ വിശാലമായ സിറ്റ് ഔട്ട് കാര്യങ്ങളൊക്കെ. ഈ ഒരു വീടിന് 5 ബെഡ്റൂമാണ് വരുന്നത്. 5 ബെഡ്റൂമും അറ്റാച്ച്ഡാണ്. അതുപോലെ ബാക്കിയുള്ള സൗകര്യങ്ങളൊക്കെ നമുക്കുള്ളിൽ പോയി നോക്കാം. അങ്ങനെ നമ്മൾ ഈ വീടിൻ്റെ ഉൾഭാഗത്തെ മനോഹരമായ കാഴ്ചകൾ കാണാൻ പോവുകയാണ്. തടിപ്പണികളൊക്കെ നല്ല ഇനം തടികളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മെയിൻ ഡോർ തേക്കൻ തടിയിൽ ഗ്ലാസ് ഒക്കെ വെച്ച് ഡിസൈൻ ചെയ്ത് നല്ല ഭംഗിയുള്ള ഒരു മെയിൻ ഡോർ. നോക്കിയാൽ അറിയാം നല്ല ഫിനിഷിങ്ങുള്ള വർക്കാണ്. ഇത് നമുക്ക് ഉൾഭാഗത്തേക്ക് പോകാം. അങ്ങനെ ഈ മനോഹരമായ വീടിൻ്റെ ഉള്ളിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. എത്ര മനോഹരമായ രീതിയിലാണ് ഈ ഒരു വീട് അറേഞ്ച് ചെയ്തിരിക്കുന്നത് നോക്കിയാൽ അറിയാം. ഇതാണ് മനോഹരമായിട്ടുള്ള ലിവിങ് സ്പേസ് എന്ന് പറയുന്നത്. വളരെ വിശാലമാണ്. വലിയൊരു 8 സീറ്റിംഗ് വരുന്ന ഒരു കോർണർ സെറ്റിയാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. അത്രയും വലിയ സെറ്റ് ഇട്ടിട്ടും ഇഷ്ടം പോലെ സ്ഥല സൗകര്യമാണ്. നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഭംഗിയുള്ള ഗ്രാൻഡ് ആയിട്ടുള്ള ഇൻറ്റീരിയർ സീലിംഗ് വർക്ക്, അതുപോലെ തന്നെ പാർട്ടീഷൻ വർക്കൊക്കെ കാണാൻ പറ്റും. ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ വളരെ വിശാലമായിട്ടാണ് ഈ ഒരു ഏരിയ വരുന്നത്. നമുക്കൊരു പാസേജ് ആണെങ്കിലും ഒട്ടും കൺജസ്റ്റഡ് അല്ല. ഇത്രയും ഒരു ഏരിയയാണ് നമുക്ക് ഡൈനിങ് ഏരിയയുടെ ഭാഗത്തേക്ക് വരുന്ന ഒരു പാസേജ് എന്ന് പറഞ്ഞത്. ഇതാണ് നിങ്ങൾക്കായിട്ടുള്ള ഡൈനിങ് ഏരിയ ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് TV യൂണിറ്റിൻ്റെ സ്ഥാനം നമുക്ക് കാണാൻ പറ്റും. ഗംഭീരമായ വർക്കുകളാണ് ഉള്ളിൽ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് നോക്കിയാൽ അറിയാം ഒരു പ്രെയർ ഏരിയ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ളൊരു അറേഞ്ച്മെൻറ്റ് തന്നെയാണ്. ഈ ഒരു ഭാഗത്താണ് കിച്ചൻ്റെ ഒരു സൗകര്യം വരുന്നത്. അതുപോലെ തന്നെ മുകളിലത്തെ നിലയിലേക്ക് കടക്കാനുള്ള നമ്മുടെ സ്റ്റെയറിൻ്റെ ഭാഗവും ഇവിടെയാണ് വരുന്നത്. ധാരാളം ലൈറ്റൊക്കെ കൊടുത്ത് ഈ ഒരു സ്റ്റെയറും നല്ല ഭംഗിയായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് വന്ന് കണ്ടാൽ തീർച്ചയായിട്ടും ഈ വീട് ഇഷ്ടപ്പെടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇനി നമുക്ക് കിച്ചൻ്റെ ഭാഗങ്ങളും നോക്കാം. തികച്ചും വാസ്തുശാസ്ത്രപ്രകാരമാണ് ഈ ഒരു വീടിൻ്റെ നിർമ്മാണം. അതുകൊണ്ട് തന്നെ അടുക്കള അല്പം ചെറുതായിട്ടാണ് ചെയ്തിരിക്കുന്നത്. 2 അടുക്കളയുണ്ട്. ഈ ഒരു മോഡേൺ കിച്ചൻ്റെ ഭാഗം വരുന്നത് നമ്മളെ വുഡൻ പാറ്റേണിൽ വരുന്ന കബോർഡ് വർക്കുകളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. അതുപോലെ ഗ്രാനൈറ്റ് ഫ്ലോറിംഗ് ആണ് ഇവിടെ. സ്റ്റൗ കാര്യങ്ങളൊക്കെ വാസ്തുശാസ്ത്രപ്രകാരം തന്നെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇത് നമുക്ക് രണ്ടാമത്തെ അടുക്കളയോട് നോക്കാം. മോഡേൺ കിച്ചൻ്റെ അതേ പ്രാധാന്യത്തോടെയാണ് ഈ ഒരു വർക്ക് ഏരിയ പ്ലസ് വിറകടുപ്പ് വരുന്ന ഈ ഒരു കിച്ചണും ഒരുക്കിയിരിക്കുന്നത്. നോക്കിയാൽ ഇവിടെ ധാരാളം കബോർഡ് വർക്കുകൾ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് അരകല്ലൊക്കെ ഇടുന്നതിനുള്ള ഒരു സ്പേസാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇപ്പോൾ ചെയ്തിട്ടില്ല. ഇതും ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ വുഡൻ ടൈപ്പുള്ള നല്ലൊരു ഫ്ലോറിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. എന്തുകൊണ്ടും വളരെ ഭംഗിയുള്ള ഒരു സൗകര്യമുള്ള ഒരു അടുക്കളയാണ്. ഡൈനിങ് ഏരിയയുടെയും ലിവിങ് ഏരിയയുടെയും ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കൊരു വാഷിംഗ് ഏരിയ പോലെ ഒരു കോമൺ ബാത്റൂമും കാണാൻ പറ്റും. വളരെ സൗകര്യമുള്ള ഒരു അറേഞ്ച്മെൻറ്റാണ് ഈ ഒരു ഭാഗം എന്ന് പറയുന്നത്. ഇതാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ നമ്മൾ ആദ്യം കാണിക്കുന്ന ബെഡ്റൂം. നല്ല സൗകര്യത്തിലാണ് ഈ ഒരു ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. 12-13 ഇതിൻ്റെ ഒരു ടോട്ടൽ ഏരിയ വരുന്നത്. ഇത് ഗ്രൗണ്ട് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂമാണ്. ഇതും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബെഡ്റൂമാണ്. ഏകദേശം 14 സൈസിൽ വരുന്ന ഈ ഒരു ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് മുകളിലത്തെ നിലയിലെ ഹോളിലാണ്. സ്റ്റെയർ വന്ന് ലാൻഡ് ചെയ്ത ഇത്രയും ഒരു ഏരിയയിലേക്കാണ് വരുന്നത്. വിശാലമായൊരു ഹോൾ തന്നെയാണ്. ഇവിടെയും സെറ്റുകൾ കാരണം പ്ലേസ് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ ഒരു സ്പേസ് നോക്കിയാൽ അറിയാം. അത്രയും വലിയ സെറ്റ് ഇട്ടിട്ടും ഇവിടെ അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്പേസ് കിട്ടുന്നു. ഇതിൽ ഏറ്റവും സ്പെഷ്യൽ എന്ന് പറയുന്നത് മുകളിലത്തെ നിലയിൽ 2 ബെഡ്റൂമുകളാണ്. മാസ്റ്റർ ബെഡ്റൂം നമുക്കൊന്ന് കാണേണ്ടത് തന്നെയാണ്. അതുപോലെ തന്നെ താഴത്തെ ഗ്രൗണ്ട് ഫ്ലോറിൽ 3 ബെഡ്റൂമുകളാണുള്ളത്. ഈ ഒരു ബെഡ്റൂമിൻ്റെ കാഴ്ചകളൊന്ന് നോക്കാം. ഒരു 3 ബെഡ്റൂമിൻ്റെ വലിപ്പം വരും കേട്ടോ. ഈ ഒരു ബെഡ്റൂമിന് അത്രയ്ക്കും സൈസാണ് ഈ ഒരു ബെഡ്റൂം വന്നിരിക്കുന്നത്. നോക്കിയാൽ ഇത് കയറി വരുന്നൊരു ഏരിയയാണ് ഇത്രയും വരുന്നത്. പിന്നെ ബെഡ് ഇട്ടിരിക്കുന്ന ഈ ഒരു ഭാഗം ഇത്രയും
അത്രയും വൈഡ് ആയിട്ടൊരു ഏരിയയാണ് വരുന്നത്. പിന്നെ നോക്കിയാൽ ഈ ഫുള്ള് ഏരിയ വരുന്നത് ബാത്റൂമിൻ്റെ ഒരു ഭാഗമായിട്ടാണ് വരുന്നത്. ഫുള്ള് ഗ്ലാസ് കൊണ്ട് കവർ ചെയ്ത് നല്ലൊരു ബാത്റൂം സൗകര്യം നമുക്കിവിടെ കാണാൻ പറ്റും. തികച്ചും ലക്ഷറി ആയിട്ട് തന്നെ ചെയ്തിരിക്കുന്ന ഒരു ബാത്റൂമാണ് നമുക്ക്. ഇതാണ് ഈ വീടിൻ്റെ ലക്ഷറി ആയിട്ട് വരുന്നൊരു ബാത്റൂം ഏരിയ എന്ന് പറയുന്നത്. വളരെ ഗ്രാൻഡായിട്ട് തന്നെ ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഈ വീടിൻ്റെ ബാൽക്കണി എന്നുള്ളൊരു വ്യൂ ആണ്. ബാൽക്കണിയും ചുറ്റുപാടുമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല ഗ്രാൻഡായിട്ടുള്ള ഒരു റെസിഡൻഷ്യൽ ഏരിയയാണ്. അത്യാവശ്യം നല്ല വീടുകളാണ് ചുറ്റുപാടുമൊക്കെ ഉള്ളത്. പറ്റാത്ത കിണർ വെള്ളം കിട്ടുന്ന ഏരിയ ആയതുകൊണ്ട് തന്നെ ഈ ഒരു ഏരിയയ്ക്ക് നല്ലൊരു മാർക്കറ്റ് തന്നെയാണ്. അത്യാവശ്യം നല്ല നല്ല വീടുകൾ മാത്രമുള്ള ഒരു ഏരിയ. ഈ ഒരു വീടിൻ്റെ വീഡിയോ നമ്മൾ പൂർണ്ണമായി കണ്ടു കഴിഞ്ഞിരിക്കുന്നു. ഏകദേശം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയെന്ന് തന്നെ വിചാരിക്കുന്നു. ഈ ഒരു വീടിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വാങ്ങാൻ താല്പര്യമുണ്ട്, ഈ ഒരു മനോഹരമായ സ്ഥലത്ത് വന്ന് താമസിക്കുന്നതൊക്കെ ഉണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ മറക്കാതെ വിളിച്ചോളൂ. ഈ ഒരു വീടിൻ്റെ വില മറ്റു വിവരങ്ങളിലേക്ക് വരാം. 15 സെൻറ്റ് സ്ഥലത്തിൽ 2950 സ്ക്വയർ ഫീറ്റ്, 4 ബെഡ്റൂം അറ്റാച്ച്ഡ്, ഒരു കോമൺ ബാത്റൂം, മൊത്തം 5 ബെഡ്റൂമുകൾ. ഈ കാണുന്ന എല്ലാവിധ ലക്ഷറി സൗകര്യങ്ങളുമുള്ള ഈ ഒരു വീടിന് ചോദിക്കുന്ന വില 1,15,00,000 രൂപയാണ്. വിലയും ന്യായമായ കുറവൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. ലോൺസ് ഉൾപ്പെടെ നിങ്ങൾക്ക് സ്വന്തമാക്കുന്ന അടിപൊളി ഒരു വീടാണ്. വീടിൻ്റെ ഡോക്യുമെൻ്റ് എല്ലാം ക്ലിയർ ആണ്. നമുക്ക് വേണ്ട എല്ലാവിധ സൗകര്യങ്ങളും, ലോണിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും നമ്മൾ തന്നെ ചെയ്തു തരുന്നതാണ്. ഈ ഒരു വീടിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളും നേരിൽ വന്ന് കാണുന്നതിനും നമ്മുടെ ഈ നമ്പറിൽ തന്നെ മറക്കാതെ വിളിച്ചോളൂ. മിസ്സാക്കരുത്. ഇതുപോലുള്ള വീടുകൾ വളരെ കുറവാണ്. താമസിക്കാൻ പണിത വീടാണ്. താമസിക്കാൻ വേണ്ടി നല്ല ക്വാളിറ്റിയിൽ ചെയ്തിരിക്കുന്ന നല്ല ഭംഗിയുള്ളൊരു വീട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള വീടുകളൊന്നും നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ മിസ്സാക്കരുത്. ഇപ്പോൾ തന്നെ വിളിച്ചോളൂ. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഞങ്ങളുടെ സപ്പോർട്ടിനും അതുപോലെ തന്നെ നിങ്ങളുടെ പിന്തുണയ്ക്കുമെല്ലാം നന്ദി.